ഹലോ, അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു പഴയ പർദ്ദ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ പർദ്ദൻ്റെ മോഡലിനനുസരിച്ചുള്ള ഡിസൈൻ ചെയ്യാൻ പറ്റുള്ള ഒരു ഫ്രോക്കാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. പർദ്ദകളൊക്കെ പല ടൈപ്പ് മോഡലും കിട്ടൂലേ. അപ്പം എല്ലാ പർദ്ദ ഉപയോഗിച്ചിട്ടും ഒരേ ടൈപ്പ് ഫ്രോക്ക് നമുക്ക് തയ്ക്കാൻ പറ്റില്ല. നമ്മൾ പർദ്ദൻ്റെ ഡിസൈൻ മോഡൽ എങ്ങനെയാണോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫ്രോക്കൊക്കെ തയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെയുള്ളൊരു ഫ്രോക്കാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്നത് പോലത്തെ പർദ്ദകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ എല്ലായിട്ടും ഫുള്ളായിട്ട് കാണാം. നമുക്കതുപോലെ വേറെ പർദ്ദ കിട്ടുകയാണെങ്കിലും നിങ്ങൾക്ക് ആ രീതിക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐഡിയകളും ചിലപ്പോൾ നമുക്കിതിൽ നിന്ന് കിട്ടിയേക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പർദ്ദ 4 ആക്കി മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് നമ്മൾ താഴെ നിന്ന് മുകളിലേക്കാണ് അളന്നിട്ടുള്ളത്. നമുക്ക് താഴെ ഭാഗം മടക്കി തയ്ക്കേണ്ട ആവശ്യം വരില്ല അങ്ങനെയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുകളിൽ ഒരു 30 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു വര വരച്ചിട്ട് നമ്മളെ കഴുത്തും അതുപോലെ കൈക്കോയും ഷോൾഡറെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു 9 വയസ്സുള്ള കുട്ടിക്കാണ് കേട്ടോ. അപ്പം ഇനി കഴുത്ത് 2 അതുപോലെ 2.5 ഇഞ്ചിലാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത്. കൈക്കോയി 4.5 ഇഞ്ചിൽ. പിന്നെ ചെസ്റ്റും ഷേപ്പ് അടയാളപ്പെടുത്തി. പിന്നെ ഇത് യോക്കും സ്കേർട്ടും സെപ്പറേറ്റ് ആയതുകൊണ്ട് അപ്പോൾ അതും നമ്മളവിടെ നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ. എന്നിട്ട് അവിടെ നമ്മൾ യോക്ക് റൗണ്ടും അവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇട്ടാൽ തടിയൊക്കെ നന്നാകുന്ന സമയത്ത് നമുക്കൊക്കെ ഒന്ന് ഷേപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി കൊടുക്കാമല്ലോ. അതിനുശേഷം നമ്മൾ കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ യോക്കും അതുപോലെ സ്കേർട്ടും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വരിക കേട്ടോ. ഇതിൻ്റെ ഇതും അതുപോലെ നമ്മളിതിന് ഒരു 2 ഭാഗത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കല്ല് വെച്ച ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും അതുപോലെ സ്കേർട്ടും അതുപോലെ യോക്കിലുണ്ട് ആ ഡിസൈൻ വരുന്നത്. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിലാണ്. പിന്നെ അതിൻ്റെ അറ്റത്തിൽ നമ്മൾ ചെയ്തെടുക്കുന്നത് ഞെറിവാണ്. അത് മനസ്സിലാവും കേട്ടോ നമ്മൾ ചെയ്ത് വരുമ്പോൾ. അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യണത് നമ്മളിത് കൈയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ കുട്ടികളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ പർദ്ദൻ്റെ കൈമന്ന് തന്നെ നമുക്ക് കൈ കിട്ടും. അപ്പോൾ നമ്മളത് ഈക്വലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഞാൻ 4.5 ഇഞ്ചിലാണ് നമ്മളെ കൈക്കു എടുത്തത്. അതിലൂടെ ഒരു 2 ഇഞ്ചും കൂടി എക്സ്ട്രാ വരുന്ന രീതിയിലാണ് കേട്ടോ നമുക്ക് അളവ് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിങ്ങനെ നീക്കി പോയി നോക്കുക എത്രത്തോളം നമുക്ക് അതിന് കിട്ടും. 4.5 ആണെങ്കിൽ 5.5, 6 നമുക്കൊരു 7 ഇഞ്ചോളം ഇങ്ങനെ ഇറക്കം നോക്കുമ്പോൾ വേണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തുക നമുക്ക് അവിടെ വരുന്നത്. പിന്നെ കൈയുടെ നീളം അത് വേണം ശ്രദ്ധിക്കുക കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ എടുക്കണം. എന്നിട്ട് അങ്ങോട്ട് ഒരു വര വരച്ചിട്ട് നമുക്ക് ഈ ഒരു വരച്ചിൽ നമ്മൾ 7 ഇഞ്ചോളം അതിൻ്റെ സെൻറ്റർ എടുക്കുക. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. താഴെ ഭാഗത്തേക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എത്രത്തോളം നീളം വേണമെന്നുള്ളത് അടയാളപ്പെടുത്തുക. പിന്നെ നമുക്ക് ഇതിൻ്റെ അറ്റം കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്ലീവ് അഥവാ കൈ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. നമുക്ക് ലെങ്ത്ത് എത്രയാണ് അത്ര എടുക്കുക. അങ്ങനെ നമ്മൾ സ്ലീവോടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സ്ലീവോടെ റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് കഴുത്തിന് വേണ്ട പീസുകളാണ്. അപ്പോൾ ഇതുപോലത്തെ 2 ചതുര കഷ്ണം എടുത്തിട്ടുണ്ട്. അത് ഈക്വലായിട്ട് മടക്കുക. പിന്നെ ഈ നെക്കൊക്കെ തയ്ക്കണ ഡിസൈനും അതുപോലെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മുൻപ്, ഇതിനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ തയ്യൽ ക്ലാസ്സൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പോയിട്ട് നമുക്ക് എത്രത്തോളം ഡിസൈൻ പല ഡിസൈനിൽ എങ്ങനെ നെക്ക് തയ്ക്കാം എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ട ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. വളരെ ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ്, ഏത് തുടക്കക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓരോ ക്ലാസ്സും. അപ്പോൾ അത് പോയിട്ട് കാണാൻ ഇഷ്ടപ്പെടാൻ ലൈക്കും ചെയ്യാം കേട്ടോ. നമ്മളിവിടെ ഫ്രണ്ട് കഴുത്ത് താഴത്തേക്ക് 4 ഇഞ്ചും അതുപോലെ വീതി 2 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഫ്രണ്ടും ബാക്കും കഴുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സിബ് വെക്കാനുള്ള അതുപോലത്തെ ഒരു പീസ് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ സിബിന് വേണ്ട ഫസ്റ്റ് ഇവിടെ ഒരു വര വരച്ച് കൊടുക്കുക. അതിന് സെൻറ്റർ അടയാളപ്പെടുത്തുക. എന്നിട്ട് താഴത്തേക്ക് അതേ അളവിൽ ആ സെൻറ്ററിലൊന്ന് അടയാളപ്പെടുത്തുക. ഏകദേശം 1/2 ഇഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊരു വര വരച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ സിബ് വെക്കണത് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടില്ല, അതാണ് ചെയ്യുക. പിന്നെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ സിബ് വെക്കണതൊന്നും. ആദ്യം നമ്മൾ ചെയ്യണത് ഇനി നമ്മളെ യോക്കിൽ ഫ്രണ്ട് നെക്കാണ് വെച്ച് കൊടുക്കുന്നത്. ആദ്യം ഈ നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അത് നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമ്മൾ
നല്ല വശത്ത് അതുപോലെ ഇതിൻ്റെ സെൻറ്ററും നമ്മളെ കഴുത്തിൻ്റെ അതാണ് നല്ല ശീലൻ്റെ സെൻറ്ററും അതുപോലെ വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്തു കൂടെ ഇങ്ങനെ നെക്ക് തയ്ച്ച് വരിക ചെയ്യണത്. നമ്മളിതൊരു ചതുരക്കഴുത്താണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ സൂചി കുത്തി നിർത്തുക. അതിനുശേഷം ഈ സൈഡിലേക്ക് നമ്മളെ ഇത് ഫൂട്ടെന്ന് പൊന്തിച്ചിട്ട് ഇങ്ങോട്ട് തിരിക്കുക. അതിനുശേഷം വീണ്ടും ഈ ഒരു മൂല എത്തുന്ന സമയത്ത് വീണ്ടും സൂചി കുത്തി നിർത്തുക. നമ്മൾ ഫൂട്ട് പൊന്തിക്കുക, ഈ ഭാഗത്തേക്ക് തിരിച്ചുക കേട്ടോ. ഇത് കുറച്ച് അത്യാവശ്യം അടങ്ങിയിരിക്കുന്ന ശീല ആയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന ശീലമൊക്കെ ആണെങ്കിൽ മുട്ടുസൂചി കുത്തി വെക്കുന്നത് നല്ലതായിരിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രണ്ട് നെക്ക് ഇവിടെ എന്താണ് തയ്ച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് തയ്ച്ചതിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ചതുര പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ സ്റ്റിച്ചിങ് കട്ട് ചെയ്യാതെ നോക്കണം കേട്ടോ. അത് കട്ട് ചെയ്താൽ പിന്നെ രണ്ടാം പണിയാണ്, വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. നമ്മളെന്താ അതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇതിൻ്റെ ചതുരക്കഴുത്തായതുകൊണ്ട് ഇതിൻ്റെ രണ്ട് മൂലയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതും സ്റ്റിച്ച് പൊട്ടാതെ വേണ്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൂലയും അതുപോലെ ഇതിന് മറ്റേ മൂലയും ചെയ്യണം കേട്ടോ. ചതുരക്കഴുത്തായതുകൊണ്ടാണ്. റൗണ്ട് കഴുത്താണെങ്കിൽ മൊത്തത്തിൽ ചെയ്യണം. അതിനുശേഷം ഈ ഒരു ചെറിയ തുണി ഉണ്ടല്ലോ നമ്മൾ നെക്ക് അടയാളപ്പെടുത്തി, അത് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ, ഇതിൻ്റെ അറ്റത്ത് കൂടെ. അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ ആ തുണി ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. അപ്പോൾ അത് സ്ട്രൈറ്റ് ആയിട്ട് നിന്നോളും. ഇനി ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ എന്താണ് ബാക്ക് നെക്കും ചെയ്യണത്. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ട് നെക്ക് കഴിഞ്ഞു, ഉള്ളിലേക്ക് വലിച്ചിട്ടിട്ട് നമ്മൾ പതിച്ച് തയ്ച്ചത് അതുപോലെ നിൽക്കുക. ഇനി ഇതുപോലെ തന്നെയാണ് ബാക്ക് നെക്കും ചെയ്യേണ്ടത്. ബാക്ക് നെക്ക് നമ്മൾ ഒരിക്കലും എന്താ ചെയ്യുക, പതിച്ച് തയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബാക്ക് നെക്ക് നോക്കിയിട്ട് ഇതിൻ്റെ രണ്ട് മൂലയിലും കട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് ഇപ്പുറം മറിച്ചിട്ട് പതിച്ച് തയ്ച്ചല്ലോ ഫ്രണ്ട് നെക്ക്, അതുപോലെ തയ്ക്കൂല. അതിന് മുന്നായിട്ട് നമ്മൾ ഈ ഒരു ബാക്ക് നെക്കിൻ്റെ അതാണ് നല്ല വശം, അതുപോലെ ഫ്രണ്ട് നെക്കിന് നല്ല വശം മുഖാമുഖം വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ചീത്ത തുണി ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കണം. ഇത് നമ്മളെ വേക്കത്ത് നല്ല തുണി, ഇത് വേക്കത്ത് നല്ല തുണി. എന്നിട്ട് ഈ ഒരു ചീത്ത തുണി ഇങ്ങനെ പൊന്തിച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ നെക്ക് ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശം മുഖാമുഖം വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ചീത്ത തുണി നമ്മൾ എന്താട്ടും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ലോക്കായിട്ട് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സൈഡിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഇട്ടിട്ട് മുകളിലൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഷോൾഡർ ജോയിനിങ് പറഞ്ഞാൽ ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളെ പ്ലേ ലിസ്റ്റിലുണ്ട് ടൈലറിങ് ക്ലാസ്സിൻ്റെ. അപ്പോൾ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കണ്ടാൽ മതി, അതിൽ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ വശത്തും ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ രണ്ട് വശത്തും ചെയ്തിട്ട് നമ്മൾ ഇത് ഉൾവശം മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അതിന് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പുറം നെക്കിൻ്റെ തുണി ഇങ്ങനെ കാണും, അത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇനിയാണ് നമ്മൾ പുറം നെക്കിൻ്റെ പതിച്ച് തയ്ക്കേണ്ടത് കേട്ടോ. പുറത്തു കൂടെ ഇങ്ങനെ അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് നമ്മളിത് ബാക്ക് കൈത്താണ് കേട്ടോ. എന്നിട്ട് പതിച്ച് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ എന്താണോ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. ആ ചീത്ത തുണി ഉൾവശത്തേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് നേരെ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക രണ്ട് തുണി, എന്നിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ പതിച്ച് തയ്ക്കൽ ഇവിടെ കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ എക്സ്ട്രാ വരുന്ന പീസുകൾ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്ലീവ് വെക്കുന്നിടത്ത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഉള്ളത് സ്ലീവ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ നല്ല വശം എടുക്കുക, അതുപോലെ സ്ലീവിൻ്റെ നല്ല വശം എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു സെൻറ്ററും നമ്മൾ സ്ലീവിൻ്റെ സെൻറ്ററും കൂടി ഒരുമിച്ച് വെക്കുക. അപ്പോൾ നമ്മളിത് തയ്ച്ചിട്ട് അമ്പലം മറിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ നല്ല വശമാണ് വെക്കേണ്ടത്. പിന്നെ സെൻറ്ററും വെക്കുക. അതിനുശേഷം ആദ്യം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് തുടങ്ങുക നമ്മൾ സ്റ്റിച്ചിങ്, താഴത്തേക്ക് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നെ മറ്റേ സൈഡും കൂടി അതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ അറ്റത്തേക്ക് ഇങ്ങനെ തയ്ച്ചു കൊടുക്കട്ടെ. ഒരു 1/4 ഇഞ്ചിൽ ഒരു 2 സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 സ്ലീവ് തയ്ച്ച് കഴിഞ്ഞ ശേഷം ഞാൻ അതുപോലെ 2 വള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ സിബും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചിട്ടില്ല, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നെ ചെയ്യാം കേട്ടോ. പിന്നെ സ്ലീവിൻ്റെ അറ്റങ്ങൾ മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓൾറെഡി അറിയണമാണല്ലോ. അപ്പോൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കേർട്ട് നമ്മൾ അതുപോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു കല്ലും വരുന്ന ആ ഒരു ഭാഗത്ത് ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ തയ്ച്ചെടുത്തു.
പിന്നെ ബാലൻസ് വരുന്ന തുണി നമ്മൾ സൈഡിലായിട്ടാണ് കേട്ടോ ഞെറിവ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നാലാണ് നമുക്ക് ആ ഒരു ഭംഗി കിട്ടുക. എന്നാൽ നമ്മൾ യോക്കുമ്പത്തും സ്കേർട്ടുമ്പത്തും ആ ഒരു ഏതാണ് കല്ല് സ്റ്റോൺ വരുന്ന വർക്ക് ഒരുപോലെ ആകും. പിന്നെ സൈഡിൽ ഇങ്ങനെ 2 എന്താ പറയുക ഞെറിവ് വെക്കാൻ മാത്രമുള്ള തുണി നമുക്ക് ഇട്ടിട്ടുള്ളൂ, അത് വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ ഭാഗത്ത് ഞാനൊരു ഞെറിവ് ഇട്ടുങ്ങാണ്ടുള്ള ചെറിയൊരു പീസ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നെ തുണി ബാലൻസ് വന്നപ്പോൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ ലാസ്റ്റ് ലുക്ക് നമ്മളെ ഈ ഒരു ഫ്രോക്കിൻ്റെ ലാസ്റ്റ് ലുക്ക് ഇതാണ്. ഇനി കണ്ടാൽ ആരും പറയില്ല ഇത് പർദ്ദയായിരുന്നു എന്ന്. അപ്പോൾ ഇതാണ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക്